ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തൈര് സാദമാണ്. അതിലേക്കുള്ള എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് പരിചയപ്പെടുത്താം. നമുക്ക് 250 ml കപ്പിന് 2 കപ്പ് ബിരിയാണി അരി ചെറുത് ജീരകശാല, പിന്നെ 2 ടീസ്പൂണും കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ കടുക്, പച്ചമുളക് 3 എണ്ണം, കുറച്ച് വേപ്പില, 1 കഷ്ണം ഇഞ്ചി, മല്ലിയില, 1 കപ്പ് തൈര്, വെളിച്ചെണ്ണ, ഉപ്പ്. നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. അരി വേവിച്ചെടുക്കണം. ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ അരി ഇട്ട് വേവിക്കണം. അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു. നമുക്ക് കഴുകി കുതിർത്തി വാര വെച്ച അരി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് വെന്തതിന് ശേഷം നമുക്ക് ഊറ്റി മാറ്റണം. അരി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം. അരി ഊറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്താൽ നോക്കട്ടെ. കടലപ്പരിപ്പ് മൂത്തുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. വേപ്പില ഇടാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരട്ടെ. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരട്ടെ. അത് വഴന്ന് വന്നു. ഞാൻ എനിക്കൊരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച ചോറിടാം. ചോറിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നല്ല രുചികരമായ തൈര് സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. തൈരൊക്കെ ഒഴിച്ചതല്ലേ, അവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിലത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത്.